മോർണിംഗ് ഫ്രണ്ട്സ്, വളരെ സന്തോഷമുള്ളൊരു കാര്യം കാണിക്കട്ടെ. വാ, ദേ ഇതാണ് ഇന്നത്തെ സന്തോഷം. കുറേ ദിവസങ്ങളായിട്ട് ഞാനിത് പറിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോഴൊക്കെ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ, ഒരു സന്തോഷമാവുമല്ലോ. പിന്നെ എന്നെ നേരിട്ട് കാണുമ്പോഴിത് കാണാറുണ്ട്. ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, നല്ല കിളികളുടെ നല്ല സൂപ്പർ സൗണ്ട് കേൾക്കാം ഇപ്പോൾ കേട്ടോ. അപ്പോൾ നല്ല ചൂട് സമയത്തും നല്ലപോലെ കൃഷി ചെയ്ത് വിളവെടുക്കാവുന്ന ഒരു ഐറ്റമാണ് പച്ചമുളക്. അതുപോലെ ചീര, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പച്ചമുളക് നല്ലതുപോലെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റും കേട്ടോ. ഈ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത്യാവശ്യം NPK മിശ്രിതം കൊടുക്കുക. അത് വീട്ടിൽ തന്നെ തയ്യാറാക്കണം. അപ്പോൾ ഞാനിത് ഗ്രോ ബാഗ് മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ടത് നല്ല തരിതരിയായിട്ടുള്ള മണ്ണ്. അതാണ് നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നല്ലപോലെ നോക്കണം. ആ മണ്ണ്, പിന്നെ അതുപോലെ ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചകിരിച്ചോറ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഗ്രോ ബാഗിനകത്ത് നിറച്ച് ഒരാഴ്ച വെച്ചിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ തൈ നട്ടത്. പിന്നെ ഞാൻ ഇത്രയും ദിവസമായിട്ട് കുറച്ച് ദിവസങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതിന് ഫുള്ള് വെള്ളം ഒഴിച്ചത് എന്നും പപ്പയാണ്. പപ്പ എന്നും വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് പറിച്ചെടുക്കാം. മൂന്ന് ചെടികളിലെ പറിച്ച് കഴിഞ്ഞു. കണ്ടോ, 3 എണ്ണത്തിൽ നിന്നുള്ളതാണ്. ഇനി ഒരെണ്ണവും കൂടിയുണ്ട്. നല്ല പഴുത്ത ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉണക്കി വിത്തിനെടുക്കാം. കാരണം ഇത് എവിടുന്നോ കിട്ടിയതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ അങ്ങനെ പാകി കിളിപ്പിച്ചതാണ്. ഇനി ഇതിൻ്റെ വിത്തൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അന്നേ വിചാരിച്ചത് ഇത് കായ്ച്ച് കഴിയുമ്പം കുറച്ച് നിർത്തി പഴുപ്പിക്കാം. പഴുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വിത്തിനും കൂടെ എടുക്കാം വിചാരിച്ചു. ലാസ്റ്റ് ചെടിയുടെ വിളവാണിത്. എല്ലാത്തിലും ഓരോ തൈകളെ വെച്ചിട്ടുള്ളൂ. ഒരെണ്ണം മതി. പക്ഷെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല വളം കൊടുക്കണം. ഇതിൻ്റെ ചുവട്ടിലെല്ലാം കണ്ടോ, പച്ചക്കറിയുടെ വേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഉള്ളിത്തൊലിയും മുട്ടത്തോടും തേയിലയുടെ ഇതും പിന്നെ പച്ചക്കറിയുടെ ആ ഒരു കട്ട് ചെയ്യുമ്പോഴുള്ള വേസ്റ്റ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും, വേപ്പിൻ പിണ്ണാക്കും, പിന്നെന്തോന്നു, എല്ലുപൊടി, ഇതിൽ 3ഉം കൂടി തുല്യ അളവിലെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് 10 ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ച് അതിനകത്ത് ഒരുണ്ട ശർക്കരയും കൂടി ഇടും കേട്ടോ. അതാണ് കറക്റ്റ് നമ്മുടെ ഹോം മെയ്ഡ് NPK മിശ്രിതം എന്ന് പറയുന്നത്. അതാണ് ഒരു ചെടിക്ക് വേണ്ടുന്നത് അത്യാവശ്യമായിട്ട്. അതാണ് ഞാൻ കൂടെ ഒഴിക്കുന്നത്. അത് 1 കപ്പ് എടുത്താൽ അതിൻ്റെ 20 കപ്പ് വെള്ളം ഇരട്ടി ചേർത്ത് വേണം ഇത് ഒഴിക്കാനായിട്ട്. ദേ ഈ ഒരു പാത്രം നിറയെ ഈ 4 ചെടികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തൊരു സന്തോഷമല്ലേ. നമ്മൾ ചെടികൾക്ക് വേണ്ടി അങ്ങോട്ട് സ്നേഹിച്ചാൽ അവരിങ്ങോട്ട് സ്നേഹിക്കട്ടോ. അതിൻ്റെ ഉദാഹരണമാണിത്. ഞാൻ മക്കളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവരും അതുപോലെ നമുക്ക് തിരിച്ച് ആ ഒരു ഫലം തരും. ഒരു വിഷം അടിക്കാത്ത നല്ല ഉഗ്രൻ സാധനം. ഇതൊന്ന് ഈ ഒരു കപ്പിലേക്ക് തട്ടുക. ഓക്കെ, ഇതൊന്ന് തൂക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 1/2 കിലോ ഇല്ല, 450 ഗ്രാം. 1/2 കിലോ ആയിട്ടില്ല. അപ്പോൾ 450 ഗ്രാമാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. അങ്ങനെ ഇനിയും നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. കുഞ്ഞുനാൾ മുതലേ എൻ്റെ അപ്പനും അമ്മൂമ്മയും എൻ്റെ അച്ഛനും ഒക്കെ എല്ലാം കൃഷി ചെയ്യുന്നത് കണ്ട് വളർന്നു. അവരൊക്കെ ഓരോ പ്രൊഫഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരായിട്ട് പോലും മണ്ണിനെയും കൃഷിയെയും പ്രകൃതിയൊക്കെ സ്നേഹിച്ച് വളരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സത്യം പറഞ്ഞാണ്ടല്ലോ, എൻ്റെ രക്തത്തിലും അതങ്ങ് അലിഞ്ഞു ചേർന്നേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഹാവ് എ നൈസ് ഡേ.